ഞണ്ട് കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് ഞണ്ട് കറി വെച്ചാലോ? ആദ്യം നമുക്കൊന്ന് വൃത്തിയാക്കാം. ഞണ്ടിൻ്റെ കാല്, വലിയ കാലുകളെല്ലാം നമുക്ക് കറിക്കകത്തിട്ടിട്ട് കുഞ്ഞു കാലുകളെല്ലാം ഉപ്പിട്ട് വറ്റിക്കാനായിട്ട് മാറ്റാം. ആ പരന്നിരിക്കുന്നതൊക്കെ വേസ്റ്റ്, അതിനകത്തൊന്നും കാണത്തില്ല, അതങ്ങ് കളയാം. ആദ്യം നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഒലച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുന്നത് കേട്ടോ. ഈ വെളുത്തിരിക്കുന്ന മഞ്ഞ പോലുള്ള നെയ്യ്, അതൊക്കെ കറിക്കകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്, അതൊന്നും കളയണ്ട. ഈ അറ്റത്തിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതും കളയണ്ട. നല്ല ടേസ്റ്റാണ് കറുമുറാൻ തിന്നാൻ. അറ്റത്തിരിക്കുന്ന ഒരു ചവ് പോലൊരു സാധനമുണ്ട്, അത് മാത്രമേ ഉള്ളൂ കളയുന്നത്. വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട കാര്യമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കഴുകിയുള്ളൂ ചെറിയ വെള്ളത്തിൽ. എന്നിട്ടൊന്ന് പീസാക്കി എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുക്കാം, കുറച്ച് കൊച്ചുള്ളി, പിന്നെ പെരിഞ്ജീരകം, പച്ച പെരിഞ്ജീരകമില്ലേ, കുറച്ച് കറിവേപ്പില, വെള്ളം ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ടെടുക്കാം. പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിഴുപുളിയുടെ വെള്ളമാണ്, പിഴുപുളി വെള്ളത്തിൽ ഇട്ട് ഞരടി എടുത്തതാണ്. കടുക് പൊട്ടിച്ച് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയുടെ അത്രയും മല്ലിപ്പൊടി വേണ്ട, അതിൽ കുറച്ച് മതി, ശകലം മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ആ എണ്ണ ചൂടായി കടുക് പൊട്ടിയതിനകത്തോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് അതിൻ്റെ കളറ് മാറി വരുമ്പോൾ ശകലം കുരുമുളക് പൊടി ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നീ അരപ്പൊഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിനകത്തോട്ട് ഇട്ടത്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത്, പിന്നെ പുളി ഇപ്പോൾ വേണേൽ ഒഴിക്കാം, നമുക്ക് പുളിവെള്ളം ഇപ്പോൾ ഒഴിക്കാം. ഞാൻ കഷ്ണം ഇട്ട് ഉപ്പിട്ടതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിക്കുന്നത്. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞണ്ടിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഒരുപാടങ്ങ് വെള്ളം വെക്കണ്ട. ഞണ്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. കറി തിളച്ച് വറ്റി ഈ പരുവായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും കൂടുതൽ ഫ്രൈ അല്ലേ ചെയ്യുന്നതെങ്കിലും കറി വെക്കാത്തവരോടായിട്ട് പറഞ്ഞതാണ്, സൂപ്പറാണ്. കൊള്ളാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.